സ്റ്റാർ മാജിക്കില് നമ്മളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. കാരണം സ്വന്തമായിട്ട് കുറെ പാട്ടൊക്കെ പാടി നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു ടീമേന്ന് വിളിച്ച് ചിരിപ്പിക്കുന്ന ഒരാളുണ്ട് അല്ലെ. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഞാനിപ്പോ അദ്ദേഹം അവിടെ പറയുന്നത് കേട്ടു. അപ്പൊ ഞാൻ അവിടെ ഒരു കുട്ടീനെ ഇതുപോലെ ഒരു ഓലക്കുടിയില് ഉള്ള ഒരു കുട്ടീനെ ഞാൻ ഫ്രീ ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് കൊടുത്ത് താമസിപ്പിച്ച് ആ കുട്ടീനെ ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നോക്കുന്നുണ്ട്. കുറെ മാറ്റമുണ്ട്. അപ്പൊ ആ കുട്ടിയുടെ കാര്യം ഷെയർ ചെയ്യുമ്പോൾ അദ്ദേഹം ഈ ഓലക്കുടിയിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഫീലിംഗ് പറയാണ്. ഞാനും ഓലക്കുടിയിലായിരുന്നു. അപ്പൊ പണ്ട് ഈ മഴ പെയ്യുമ്പോ നമുക്കറിയാം ആലക്കുടിയിൽ മഴ പെയ്യുമ്പോ തുള്ളി തുള്ളി വെള്ളം വരുമ്പോ വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ വെച്ച് ആ വെള്ളം അവിടെ നിറയാണ്ടിരിക്കാൻ അങ്ങനെ ചെയ്യാം. അപ്പൊ ഒരു ഭക്ഷണം കഴിക്കുന്ന പാത്രമൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വെള്ളം നിറയ്ക്കുന്ന ഒരവസ്ഥ. അത് അദ്ദേഹം പറയുമ്പോൾ എനിക്ക് കേട്ടാൽ എനിക്കത് ഫീൽ ചെയ്തു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്നത്തെ കുട്ടികളൊന്നും ഇതൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ അദ്ദേഹം ഇന്നും വന്ന വഴി മറക്കാത്ത ഒരാളാണ്. കാരണം അദ്ദേഹത്തിന് പറയണമെങ്കിൽ വിജയ് എന്നുള്ള നമുക്കറിയാലോ, തമിഴിലെ ഏറ്റവും ഹീറോ അല്ലെ, ഫേമസ് ഹീറോ. അദ്ദേഹത്തിന്റെ സിനിമയിൽ വില്ലനായിട്ടൊക്കെ അഭിനയിച്ച് വിജയുടെ ഏറ്റവും നല്ലൊരു സുഹൃത്താണ്. അപ്പൊ അങ്ങനെ ഒരാള് നമുക്ക് കണ്ടെത്തുക അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരാമെന്നത് വലിയ കാര്യമല്ലേ. അതുതന്നെ സ്റ്റാർ മാജിക്കിൽ തന്നെ എല്ലാവരും ഹീറോ ആയി മാറിയിരിക്കുക. കാരണം അദ്ദേഹത്തിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആള് സിമ്പിളാണ്, വലിയ ജാടയൊന്നുമില്ല, അതെല്ലാം പച്ചയായിട്ട് പറയുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരാള് നമ്മളെ യാദൃശ്യമായിട്ട് ഞാൻ 10 വർഷം മുമ്പ് ഞങ്ങള് പരിചയമുണ്ട്. കാരണം എന്റെ ഫ്രണ്ട് ഒരു സിനിമ എടുത്തപ്പോ ആ സിനിമയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഞാനും വന്ന അവിടെ വെച്ച് പരിചയപ്പെട്ടിട്ടില്ല. അതൊന്നും നമ്മൾ അത്രയും പരിചയമില്ലെങ്കിലും കഴിഞ്ഞ ദിവസം യാദൃശ്യമായിട്ട് ഞാൻ ഷാർജ എയർപോർട്ടിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. അങ്ങനെ പരിചയപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിന് കൈവേദനയുടെ കാര്യം പറഞ്ഞ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചൊന്ന് നോക്കി പറഞ്ഞ് 2 ദിവസം ഒന്ന് വരും നോക്കാന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം വന്നതാണ്. അപ്പൊ എന്തായാലും അത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങളുടെ ഇവിടെ കുറച്ച് കുട്ടികളും പാരന്റ്സ് ഉണ്ട്, അവർക്കൊന്ന് കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കുമെന്ന് ചോദിച്ചപ്പോ ആള് പറഞ്ഞാൽ എന്താ വരാന്ന് പറഞ്ഞു. ആള് പറഞ്ഞ ആൾക്ക് അങ്ങനെ യാതൊരു ഇതില്ല. ആള് വന്നു. അപ്പൊ നമ്മുടെ ബിനീഷ് ബാസ്റ്റിൻ സാറിന് വിളിക്കാൻ പാടില്ല, ടീമേ ബിനീഷ് ബാസ്റ്റിൻ ടീമേ എന്ന് വിളിക്കുമ്പോഴാണ് അറിയുള്ളൂ. നമ്മളെ യങ്സ്റ്റേഴ്സിന്റെ ഇടയിലൊക്കെ അല്ലെങ്കിൽ എല്ലാവരുടെ ഇടയിലും കുട്ടികളായാലും ബിനീഷ് ബാസ്റ്റിൻ ടീമേ എന്ന് വിളിക്കുള്ളൂ. അപ്പൊ നമുക്ക് അദ്ദേഹത്തിനെ വിളിക്കാം. അദ്ദേഹത്തിന്റെ 2 വാക്കുകളും പിന്നെ നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഇപ്പൊ തന്നെ ഉണ്ടാക്കിയ കുറച്ച് പാട്ടുകളൊക്കെ വേണമെങ്കിൽ പാടിത്തരും. ഓക്കെ, ടീമേ എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുള്ള ദിവസമാണ് ഇന്ന്. മാത്രമല്ല ഇന്നലെ തുടങ്ങിയ സന്തോഷം. വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് ക്ലിനിക്കിൽ വന്നത്. ക്ലിനിക്കിൽ വരാനുള്ള സാഹചര്യം നമ്മുടെ ഡോക്ടർ പറഞ്ഞ്. പിന്നെ എനിക്ക് നമ്മുടെ ഡയറക്ടറെ ഇരിക്കുമ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ട്. ഏറ്റവും കൂടുതൽ സ്റ്റേജുകളിൽ വലിയ ഷോ അല്ലെങ്കിലും ഏറ്റവും കൂടുതൽ മൈക്കെടുത്ത് പല വേദികളിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ സ്റ്റാർ മാജിക്കിന്റെ ഡയറക്ടർ ഉള്ളപ്പോൾ നമുക്കൊരു ചെറിയൊരു കുറവുണ്ടാവും. ഞാൻ ആദ്യമായിട്ട് സ്റ്റാർ മാജിക്കിൽ വരുമ്പോൾ എനിക്കിങ്ങനെ മൈക്ക് ഓടിക്കാൻ അറിയാമല്ലായിരുന്നു. എപ്പോഴും ഇങ്ങനെ കൈ കുറച്ചെണ്ടിക്ക് വന്നു. ആ വേറെ പോലും ഞാൻ നന്നായിട്ടൊക്കെ സംസാരിക്കാൻ പഠിപ്പിച്ചത് ഇവരുടെ ഞങ്ങളുടെ സ്റ്റാർ മാജിക്കിലെ ഞങ്ങളുടെ ഡയറക്ടർ ആണ്. അതിൽ ഒരുപാട് താരങ്ങളെ വളർത്തിയെടുത്തിട്ടുണ്ട്. ആ വളർത്തിയെടുത്ത താരങ്ങളിൽ ഞാനും പെടും. വിജയ് സാറിന്റെ തിരിയുന്ന സിനിമ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് സ്റ്റാർ മാജിക്കിൽ വീണ്ടും ഒരു ലൈഫ് ഉണ്ടായത്. ഇപ്പൊ എൻ്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞെങ്കിൽ സ്റ്റാർ മാജിക്കാണ് എൻ്റെ ബ്രാൻഡ്. ഞാൻ എന്നെ വിറ്റ് ജീവിക്കുന്ന ആളാണ്. ഇപ്പൊ എന്താണ് ബ്രാൻഡ് എന്ന് സിനിമയെന്ന് ലഭിക്കണേ. വേൾഡിൽ എവിടെ പോയാലും സ്റ്റാർ മാജിക്കിന്റെ കാര്യം പറയുള്ളൂ. ചേട്ടൻ ഇന്ന സിനിമയിൽ കണ്ടെന്നല്ല പറഞ്ഞു. ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അത് നന്നായിട്ടുണ്ടെന്ന് പറയുന്നത്. ഞാനൊരു മൂളിപ്പാട്ട് പോലും പാടാത്തൊരു മനുഷ്യനായിരുന്നു. ലൈഫിൽ ഞാൻ ബാത്റൂമിൽ പോലും പാട്ട് പാടിയിട്ടില്ല. സ്റ്റാർ മാജിക്കിൽ വന്ന് ഉണ്ടാക്കിയ പാട്ട് പാടാൻ അവസരങ്ങൾ 80ഓളം പാട്ടുകൾ പാടി. അവിടെ ഒരുപാട് പാട്ടുകൾ കോമഡിയായി പോയിട്ടുണ്ട്. പിന്നീട് അതിൻ്റെയൊക്കെ ട്രാക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് വേദികളിൽ പാടിയിട്ടുണ്ട്. ഇപ്പോഴും പൊളിഞ്ഞു പോകാറുണ്ട്, ഞാൻ പാടും. പിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഈ ഒരു ആയുർവേദം എന്ന് പറഞ്ഞാൽ. എൻ്റെ ഫാദർ ആയുർവേദത്തിലൊരു ഗുരുവായിരുന്നു, കളരിയായിരുന്നു. എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് 10 വർഷമായി. അപ്പച്ചൻ മരിക്കണവരെ ഞങ്ങൾക്ക് അസുഖമൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളൊന്നും ഹോസ്പിറ്റലിൽ പോകാത്ത ആൾക്കാരായിരുന്നു. അപ്പച്ചന് ഇതുപോലെ ഒഴിച്ചിലും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്, ജിഷി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ. ആ ഹോസ്പിറ്റലിൽ പറ്റാത്ത ആൾക്കാരുണ്ടാവും. ഇങ്ങനെ പെടലിലേക്ക് തിരിഞ്ഞു വന്നിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിന് എതിർവശമുള്ള ഞങ്ങളുടെ വീടാണ്.
ആ ഹോസ്പിറ്റലിലെ മെയിൻ ഡോക്ടർ അച്ഛൻ ഡോക്ടർ എന്ന് പറഞ്ഞു. അച്ഛൻ ഡോക്ടർ എൻ്റെ അപ്പച്ചൻ്റെ ഒരു സെബാസ്റ്റ്യൻ്റെ വീട്ടിലേക്ക് പോയാൽ മതി നോക്കുക. അങ്ങനെ ഒരുപാട് പേര് അപ്പച്ചൻ ഇങ്ങനെ ഒഴിച്ചിലൂടെയൊക്കെ അല്ലെങ്കിൽ പെട്ടെന്ന് നരമ്പൊക്കെ ഇങ്ങോട്ട് മാറി ചിരട്ടയൊക്കെ മാറിയിട്ട് വന്നു. അന്നൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മെഡിക്കൽ ഷോപ്പുകളില്ലായിരുന്നു. വല്ല എറണാകുളത്തൊക്കെ പോകണം മെഡിക്കൽ ഷോപ്പൊക്കെ പോകണമെങ്കിൽ. ഇപ്പൊ കുഴിമന്തി കടയും മെഡിക്കൽ ഷോപ്പുമാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളത് അല്ലേ? ശരിക്കും ഞങ്ങളുടെ ഒക്കെ മെഡിക്കൽ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പറമ്പായിരുന്നു. ഞങ്ങളുടെ പറമ്പിൽ ഒരുപാട് മെഡിസിൻ ഉണ്ടായിരുന്നു. അപ്പച്ചനെ അറിയാൻ പോലെ ഇന്ന സാധനങ്ങൾ അവിടെ നട്ടേക്കുന്നത് കാട്ടുചെടി പോലും മെഡിസിനായിരുന്നു. അപ്പച്ചൻ പറയും ഓരോ അസുഖക്കാർ വരുമ്പോൾ ഇന്ന സാധനം അമ്മച്ചിയെ പോയി പറിക്കണം, ഇങ്ങനെ കിഴാനെല്ലി പറിക്കാൻ പറയും, തൊട്ടാവാടി പറിക്കാൻ പറയും. അപ്പച്ചൻ്റെ ഒരുപാട് പേരറിയാം. തറവാട്ടുമുറ്റത്ത് ഒരുപാട് കാട്ടുചെടികൾ പോലും മെഡിസിനാക്കിയ ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഓർക്കുന്നു. അപ്പോൾ ഈ ഷാർജ എയർപോർട്ടിൽ വെച്ചിട്ട് ഡോക്ടറിനെ കണ്ടപ്പോൾ എൻ്റെ അപ്പച്ചനുണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പച്ചനോട് എനിക്ക് പറയാറുണ്ട് ഇങ്ങനെ അസുഖമാണ് അപ്പച്ച എന്ന് ശരിയാക്കി തരുന്നത്, അപ്പച്ച ശരിയാക്കി തരുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ, ഈ കൈപ്പുണ്യമുള്ള ആൾക്കാരെ കാണാൻ ഭയങ്കര കുറവാണ്. അങ്ങനെ ഡോക്ടർ എന്ന ഒരു ദൈവപുത്രനെ പോലെ കണ്ടതാണ്. ഞാൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചെണ്ട പ്രോഗ്രാമിന് പോകുമ്പോൾ വെറുതെ ചെണ്ടയൊക്കെ എടുത്തൊക്കെ അടിക്കും. ഇങ്ങനെ ചെണ്ട അടിക്കാൻ അറിഞ്ഞുകൂടാ, എന്നാലും പ്രോഗ്രാമിന് എനിക്ക് ഇഷ്ടമാണ് ചെണ്ടയൊക്കെ അടിക്കാൻ. അപ്പോൾ പെട്ടെന്ന് കൈ ഇങ്ങനെ എന്തെങ്കിലും കോച്ച് പിടിക്കുന്നുണ്ട്. കുറേ വർഷങ്ങളായി കൈ കോച്ച് പിടിക്കുന്നുള്ളത്. ഡോക്ടറിനെ കണ്ടപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറഞ്ഞത് കൈ കോച്ച് പിടിക്കുന്നുണ്ട് ഡോക്ടറെ, പല സ്ഥലങ്ങളിലും കാണിച്ചിട്ട് മാറിയിട്ടില്ല. അപ്പം തന്നെ എൻ്റെ കൈ കയറി ഇങ്ങനെ പിടിച്ച് 2-3 നരമ്പൊക്കെ ഉള്ളിലെന്തോ മിസ്സായിട്ട് എന്തോ പിടിച്ചപ്പോൾ തന്നെ എന്തോ ഒരു പ്രത്യേക ഒരു ഊർജ്ജം കിട്ടിയ പോലെ തോന്നി. ഞാൻ പറഞ്ഞ ആള് ചില്ലറക്കാരനല്ലല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തരുമോ ഞാൻ തന്നെ ചോദിച്ചു. എനിക്ക് ഷൂട്ടിങ് 2-3 ദിവസം ഉണ്ടായിരുന്നു. അത് എൻ്റെ കൂടെ ക്ലിനിക്കിൽ വന്നപ്പോഴാണ് അതിലും വലിയ സന്തോഷം. ഒരുപാട് വയ്യാത്ത കുട്ടികൾ ഒരിക്കലും നമ്മൾ അവരെ ഒരു നമുക്ക് മനസ്സിൽ അവരെ ഒരു ഇതായിട്ട് കാണാൻ പറ്റില്ല. അവർക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിചരണവും സ്നേഹമാണ് അവർക്ക് വേണ്ടത്. അവരെ സ്നേഹിക്കുക, അവരെ പരിചരിക്കുക. അവരങ്ങനെ കണ്ടാലാണ് അവർക്ക് സന്തോഷമാണ് വേണ്ടത്. അപ്പൊ എന്നെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞത് എന്നെയൊക്കെ ഇഷ്ടപ്പെടുന്ന ചെറിയ കുട്ടികൾ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ടീമെന്ന് വിളിക്കുമ്പോൾ ഭയങ്കര ചിരി. അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഹാപ്പി. ഇവിടെ 2 ദിവസം ക്ലിനിക്കിൽ വന്നത് തന്നെ എൻ്റെ ലൈഫിൽ വേറൊരു അന്തരീക്ഷമാണ്. എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഞാനിപ്പോഴും ട്രാവൽ ചെയ്യുന്ന ആളാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തേക്കുന്ന ഞാൻ. എൻ്റെ വണ്ടിയുടെ കിലോമീറ്റർ നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇങ്ങനെയൊക്കെ 2 ദിവസം വന്ന് ഫ്രീ ആയിട്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേറെ സ്ഥലത്തൊന്നും പോകാതെ ക്ലിനിക്കും ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ തന്നെ മനസ്സ് ഭയങ്കര ഫ്രഷ്നെസ് ആയിട്ട് വളരെ സന്തോഷം. എനിക്ക് കോമഡി പറയാമെന്ന് പറയുമ്പോൾ സ്റ്റാർ മാജിക്കിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് പല വേദികളിലും വരുമ്പോൾ എന്നോട് കോമഡി പറയാൻ വേണ്ടി പറയും. പക്ഷെ കോമഡി എനിക്ക് പറയാൻ അറിയാൻ പറ്റില്ല, ഞാനൊരു കോമഡിയനല്ലല്ലോ. അതുകൊണ്ട് ഇപ്പം എൻ്റെ ലൈഫ് ഇങ്ങനെ ഒരു 3-4 വർഷമായിട്ട് സ്റ്റാർ മാജിക്കിലൂടെയാണ് പോകുന്നത്. സ്റ്റാർ മാജിക്കിൽ ഇനി ലൈഫ് വന്ന ഒരാളുടെ കൂടെ ഞാനും അനൂപ് സാറും കൂടെയൊക്കെ ഒരു വേദി അങ്ങനെ പങ്കിട്ടിട്ടില്ല. ചെറിയ വലിയ വേദിയിൽ ഞങ്ങൾക്ക് 2 കൂടി ഒരു ഫംഗ്ഷനെ ഞങ്ങളെ വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ അമ്മമാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മച്ചിയാണ് ഞാൻ ദൈവമായിട്ട് കാണുന്നത്. എല്ലാ വേദിയിലും ഞാൻ പറയും എനിക്ക് വേണ്ടി ആണ് അമ്മച്ചി പ്രാർത്ഥിക്കുന്നത്, എനിക്ക് വേണ്ടിയാണ് അമ്മച്ചി ജീവിക്കുന്നത്. പള്ളിയിൽ പോകുമ്പോഴാണെങ്കിലും എന്താണെങ്കിലും ഞാൻ എവിടെയെങ്കിലുമൊക്കെ വിദേശ യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അമ്മച്ചിയുടെ ഒരു പ്രാർത്ഥനയും കൂടി ഉണ്ട്. സ്റ്റാർ മാജിക്കിൽ വന്നതിന് ശേഷമുണ്ട് വിദേശത്ത് പോകാൻ തുടങ്ങിയത്. പണ്ട് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചത് മെയ്സിനാണെന്നല്ല, ടൈൽസിൻ്റെ വർക്കായിരുന്നു. ടൈൽസിൻ്റെ മെയ്സിനായിട്ടൊക്കെ പോകാൻ വേണ്ടി വിസ കിട്ടാൻ വേണ്ടി എന്ന് വെച്ചാണ്. പിന്നീട് സ്റ്റാർ മാജിക്കിൽ വന്നപ്പോൾ മെയ്സിനായിട്ടല്ല പോയത്, ഗസ്റ്റായിട്ട് പോയത്. അതൊക്കെ കാരണക്കാരൻ ഇരിക്കുന്ന ആളാണ്. വളരെ സന്തോഷം. ഇനി എനിക്കുള്ളത് എൻ്റെ കയ്യിലുള്ളത് പാട്ടാണ്. പാട്ട് പാടി സന്തോഷിപ്പിക്കാൻ എനിക്ക് പറ്റുള്ളൂ. ഞാൻ പാടുന്ന പാട്ടുകളൊക്കെ സിനിമാ പാട്ടുകളും നാടൻ പാട്ടുകളും അല്ല, സ്റ്റാർ മാജിക്കിൽ പാടി പരാജയപ്പെട്ട പാട്ടുകളൊക്കെ പാടാറുണ്ട്. അത് ഇവിടെ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ 2 പാട്ടുകൾ പാടാണെങ്കിലും അതിൻ്റെ ഇടയിൽ പ്രസംഗിക്കാൻ അതിൻ്റെ ഇടയിൽ ഞാൻ കണക്ട് ചെയ്യാം. വളരെ സന്തോഷം കേട്ടാ, നിങ്ങളെ കാണാൻ പറ്റിയല്ലേ, വളരെ സന്തോഷം. പാരൻസിൽ ആരെങ്കിലും ഒരു കൂടെ സംസാരിക്കാം.
പറയാം വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ അനുജി, പിന്നെ ലാസ്റ്റ് നമ്മുടെ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര പ്രശ്നം, കുറച്ച് കാലങ്ങളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം പറഞ്ഞ പേര് പോലും ഓർക്കാൻ പറ്റില്ല. അതെന്തായാലും ഇവരോട് പറഞ്ഞോളൂ ഈ ഒരു പ്രശ്നം എനിക്ക് വരുന്നത്. നിങ്ങളെന്തായാലും വളരെ ഭാഗ്യം ചെയ്തതാണ്. കാരണം അല്ലെങ്കിൽ ആ സംഗീതത്തിൽ എത്താൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടാണ്. സംഗീതത്തിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ അത്ര ഈസി അല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിങ്ങളോട് ഉണ്ടായിരുന്നു, എനിക്ക് ആരുണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ ഒരു മീറ്റപ്പിൽ ആരുണ്ടായില്ലല്ലോ. അപ്പം സംഗീതത്തിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ വേണ്ടി ഒരു പക്ഷേ എന്നെ വിളിക്കാറുള്ള ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രിയുടെ റെക്കമെൻഡിൽ AKG സെന്ററിൽ നിന്നൊക്കെ വിളിച്ചിട്ട് ഇവിടുത്തെ പാർട്ടി ആൾക്കാരെ വിളിച്ചിട്ട് അങ്ങനെ എന്നെ വിളിച്ചിട്ടാണ് സംഗീതത്തിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് കൊടുക്കുക. പിന്നെ അവർ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടിയുടെ ഒരു കാർഡിയക് സർജന്റെ കുട്ടി, ചെറിയ കുട്ടി, ജെൻസ് കുട്ടി, ആ കുട്ടി ഇപ്പോൾ മരിക്കും എന്ന കണ്ടീഷനായിട്ട് അവർ എന്നെ ഇതുമാതിരി വിളിച്ചിട്ട് വേറെ ആളെ വിളിച്ച് എന്നെ വിളിച്ച് എത്രയും പെട്ടെന്ന് സംഗീതനെ കാണണം എന്ന് പറഞ്ഞിട്ട് വന്ന് കാണിച്ചിട്ട് ആ കുട്ടീനെ രക്ഷപ്പെട്ടു. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യമുണ്ട്. ഒരുപാട് ആൾക്കാർ ഒരു 6 മാസം മിനിമം അപ്പോയിന്റ്മെന്റ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ചിലവർക്ക് വന്നിട്ട് വിളിക്കും, കാണാം, സംഗീതം കാണണം. ആ സംഗീതത്തിന്റെ വില നമുക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരോട് എത്തിച്ചേർന്നത്. പണ്ട് മനോജിലെ മറ്റേ ആർട്ടിസ്റ്റ് മനോജ് വന്നിട്ട് ഞാനൊരു വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം മനോജ് ഒരു വീഡിയോയിലാണ് കൂടുതൽ വൈറലാകും ആൾക്കാർക്ക് അറിയാൻ കൂടുതൽ സാധിച്ചത്. സെലിബ്രിറ്റീസ് അങ്ങനെയാണ്. ഇപ്പം നമ്മുടെ ബസ് ഡ്രൈവറിനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഇതുപോലുള്ള കുട്ടികൾക്കും പാരന്റ്സിനും വലിയ ഒരു ഉപകാരമായിരിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെക്കാൾ കൂടുതൽ വേദനിക്കുന്നവരുടെ പാരന്റ്സ് ആണ്. അവരാണ് ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ദുബായിലുള്ള ജോലിയോ സർക്കാർ ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് മക്കളെ നോക്കാൻ വേണ്ടി മാത്രം വന്ന് നിൽക്കുന്ന കുറേ പാരന്റ്സ്. ഇവരുടെ കാര്യം എനിക്ക് അറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കരമായ ആശ്വാസം നൽകുന്നതാണ് സംഗീതത്തിന്റെ ഈ തെറാപ്പി. അപ്പൊ നിങ്ങൾ സംഗീതത്തെ കുറിച്ച് പറയുമ്പോൾ സംഗീതം വളരെ ഞാൻ ഫ്രണ്ടായുള്ള കുട്ടി പറയുന്നത് സംഗീതം വളരെ നല്ല മനുഷ്യനാണ്. കാരണം ഒരാളുടെ അനാവശ്യമായി ഒന്നും ആഗ്രഹിക്കാത്ത ഒരാളാണ്. എത്ര സഹായിക്കാൻ പറ്റുമോ അത്രയധികം സഹായിക്കാൻ മനസ്സുള്ള ഒരാളാണ്. അപ്പൊ അത് നിങ്ങളുടെ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ നന്നായി സംഗീത ആ കുട്ടിയെ സ്നേഹിക്കും. അത് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് സംഗീതം. അദ്ദേഹത്തിന് ഒരു 2 മണി 3 മണി വരെയാണ് സ്ഥിരം ഒരു പേഷ്യൻസ് കുട്ടികളുമായുള്ള ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളും നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥനയിൽ എപ്പോഴും സംഗീതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന്റെ ആരോഗ്യം ഉണ്ടായാലും നമുക്കും നമ്മുടെ കുട്ടികൾക്കും നല്ല ആരോഗ്യം കൈവരിക്കാൻ സാധിക്കുള്ളൂ. അത്രയും നല്ലൊരു സ്ഥലത്താണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഒരുപാട് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് സംഗീതം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മക്കൾക്ക് എന്തായാലും ഒരു വിശ്വാസം ഉണ്ടാവണം. നിങ്ങൾക്ക് ഒരു 1 or 2 ട്രീറ്റ്മെന്റിൽ ചിലപ്പോൾ നടന്നില്ലെങ്കിൽ നിങ്ങളത് ആരും വെയിറ്റ് ചെയ്യും. കാരണം നിങ്ങൾ പല ഹോസ്പിറ്റൽസിലും പോയിട്ട് വർഷങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാം കൈവിട്ട് പോയതിനു ശേഷമായിരിക്കും പലരോട് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ക്ഷമ വേണം. എന്തായാലും കുറച്ച് കാലം വെയിറ്റ്. നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പൊ ഇനി ഇത് സംഗീതത്തിന് കുറച്ച് സമയം കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് റിസൾട്ട് ഉണ്ടാവും. അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കുന്ന എനിക്ക് പറയാനുള്ളത്. അപ്പം എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ പ്രിയ സുഹൃത്തുക്കള് രണ്ടാളും വന്നു. ഭാഷന്റെ ഒരു പാട്ട് കേൾക്കാൻ നിങ്ങൾ വളരെ കാത്തിരിക്കുകയാണ്. ടീമിന്റെ പാട്ട് കേൾക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അതിലേക്ക് പോട്ടെ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസ, എല്ലാവരും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഹലോ, ചെക്ക് ചെയ്യാൻ പറ്റും. ഹലോ. എക്കോദ്രം വേണ്ട. ഹലോ ചെറിയ ടീമേ, ഹലോ ചെറിയ കേട്ടോ. ഹലോ ചെറിയ ഹലോ പാട്ട് പറയട്ടെ. എപ്പോഴും ഏത് വേദി പോയാലും കുമ്പളങ്ങിക്കായല്ലേ എന്ന് പറഞ്ഞ പാട്ടാണ് തുടങ്ങുന്നത്. ടീമേ എന്ന് പറഞ്ഞ പറയാറിയാവോ? കൂടെ പാടുവാ, പഠിപ്പിച്ചെന്നാ പാടുവാ. നാണുള്ള ആൾക്കാരല്ലേ ചാലക്കുടിക്കാരല്ലേ പല സ്ഥലത്തുനിന്ന്. ടീമേ
ടീമേ ടീമേ ടീമേ അറിയപ്പെടുമോ ടീമേ 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 നമ്മളൊരു പാട്ട് കേൾക്കാം. കുമ്പളങ്ങിക്കായലിലെ കരിമീൻ കഴിച്ചോ കണ്ണമാലി കടലിൽ കണ്ണമ്പ് വന്നു കണ്ടക്കടവിലെ കടവ് കണ്ടോ കുക്കാന്റെ കടയിലെ കട്ടം കുടിച്ചോ ടീമേ 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 കുമ്പളങ്ങിക്കായലിലെ കരിമീൻ കഴിച്ചോ കണ്ണമാലി കടലിൽ കണ്ണമ്പ് വന്നു കണ്ടക്കടവിലെ കടവ് കണ്ടോ കുട്ടാന്റെ കടയിലെ കട്ടൻ കുടിച്ചോ ടീമേ 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 കട്ടക്കുടിക്കണ കുട്ടപ്പ കണ്ണു കാട്ടുന്ന കുഞ്ഞമ്മ കടലിൽ കായലിൽ കളിച്ചു കുളിച്ചു കാട്ടുകളൻ കുഞ്ഞപ്പൂ ടീമേ 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 കുമ്പളങ്ങിക്കായലിലെ കരിമീൻ കഴിച്ചോ കണ്ണമാലി കടലിൽ കണ്ണമ്പ് വന്നു കണ്ടക്കടവിലെ കടവ് കണ്ടോ കുട്ടാന്റെ കടയിലെ കട്ടൻ കുടിച്ചോ ടീമേ 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 ടീമേ